നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മലയാളികളുടെ പുതുവർഷ പുലരിയായ ചിങ്ങം ഒന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിങ്ങം ഒന്ന് പുതുവർഷ പുലരി മാത്രമല്ല, മലയാളിയുടെ കാർഷിക സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന കർഷക ദിനം കൂടിയാണ്. എങ്കിലും മലയാളി പതിയെ കാർഷിക വൃത്തിയിൽ നിന്ന് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലപരിമിതിയാണ് കാർഷിക വൃത്തിക്ക് ഒരു തടസ്സമായി പൊതുവെ പറയുന്നത്. അങ്ങനെയാണെങ്കിലും താല്പര്യമില്ലായ്മയാണ് ഒരു പ്രധാന ഘടകം. എന്തായാലും സ്ഥലപരിമിതി കൃഷിക്ക് തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് ചങ്ങനാശ്ശേരിക്കാരിയായ അനിത എം കാസിം. 2025 മട്ടുപ്പാവ് കൃഷിക്കുള്ള മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം അനിത അടുത്ത ദിവസം ഏറ്റുവാങ്ങും. നമുക്ക് കാണാം ഈ വിവിധ തരത്തിലുള്ള വിളകൾ ഈ മട്ടുപ്പാവിൽ വിളഞ്ഞു കിടക്കുന്നത്. മനസ്സിൽ കൃഷി ചെയ്യാൻ മോഹമുണ്ടെങ്കിൽ ഏത് വിളവിനും വേണ്ട സ്ഥലം മട്ടുപ്പാവ് തരും. വെറുതെ പറയുന്നതല്ല. ചങ്ങനാശ്ശേരി അനിത എം കാസിമിൻ്റെ 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന മട്ടുപ്പാവ് സാക്ഷ്യം പറയും. എനിക്കിവിടെ ഒരു 50 വെറൈറ്റിയിലധികം പഴവർഗ്ഗങ്ങൾ ഞാൻ ഡ്രമ്മിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്ഥലപരിമിതി 6.5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എവിടെയൊക്കെ വെക്കാം. മുകളിൽ ടെറസിലാണ് പിന്നെ എനിക്ക് സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ ഞാൻ പല ഫേസ്ബുക്കുകളിലൂടെ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അങ്ങനെ അപ്പോൾ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമായ പഴങ്ങൾ പറിച്ച് കഴിക്കാമല്ലോ. ആദ്യം 10 ഗ്രോ ബാഗിൽ തുടങ്ങി ഇപ്പോൾ 1000ഓളം ഗ്രോ ബാഗുകളിലായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ഉൾപ്പെടെ കൃഷി ചെയ്തു വരികയാണ് അനിത. ചെറിയ രീതിയിൽ തുടങ്ങിയൊരു കൃഷിയായിരുന്നു ആദ്യം. കാരണം എൻ്റെ കുട്ടികൾക്കും ഞങ്ങൾക്കും വിഷരഹിതമായ പച്ചക്കറി കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരു 10 ബാഗിലായിട്ട് തുടങ്ങിയ കൃഷിയാണ്. അങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം കൂടുതൽ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായി. പിന്നെ പല ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും ഒക്കെ ചേർന്ന് പലരുടെയും വലിയ വലിയ കർഷകരുടെ കൃഷികൾ കാണുകയും അവരുടെ വീടുകൾ പോയി സന്ദർശിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതിനോട് കൂടുതലൊരു ഉത്സാഹം തോന്നി. അങ്ങനെ 10 ബാഗ് എന്നുള്ളത് 10, 20ആയി, 20, 30ആയി. അങ്ങനെ ഇന്നതൊരു 1000ഓളം ബാഗുകളിലായിട്ട് എത്തി നിൽക്കുന്നു. അങ്ങനെ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ എന്ന ലക്ഷ്യം ഏതാണ്ട് സാക്ഷാത്കരിക്കപ്പെട്ടു കഴിഞ്ഞു. പൂർണ്ണമായിട്ടും ജൈവിക രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. ഇതിനു വേണ്ടിയുള്ള എല്ലാ വളങ്ങളും ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. ജീവാണു വളങ്ങൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. OWDC, പിന്നെ NPK, ഇതിൻ്റെയൊക്കെ മദർ കൾച്ചർ വാങ്ങി വീട്ടിൽ തന്നെ ശർക്കരയും ചേർത്ത് പുളിപ്പിച്ച് അത് കൃത്യമായ രീതിയിൽ ഇവർക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ലൊരു വളർച്ച ചെടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ വീട്ടിലേക്ക് നിലവിൽ പച്ചക്കറി സാധനങ്ങൾ ഒന്നും പുറമേ നിന്ന് വില കൊടുത്ത് വാങ്ങുന്നില്ല. പച്ചക്കറികൾ, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഉള്ളി, സവോള തുടങ്ങിയവയെല്ലാം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നു. ചേന, കാച്ചിൽ, ചേമ്പ്, മധുരക്കിഴങ്ങ് എന്നിവയൊക്കെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത് ഒരുപക്ഷെ അപൂർവമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. PVC പൈപ്പുകളിൽ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ട് നെറ്റ് പോട്ട് ഇറക്കി വെച്ച് ഹൈഡ്രോപോണിക്സ് രീതിയിൽ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചു. അപ്പോൾ അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു. അപ്പോൾ പുള്ളിയും സമ്മതിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പൈപ്പിൽ ഒരു 24 കുഴികൾ അത് ഡ്രില്ല് ചെയ്ത് കുഴികളാക്കി. അങ്ങനെ പിന്നെ നെറ്റ് പോട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങി അതിനകത്ത് പച്ച നെറ്റ് കട്ട് ചെയ്തിട്ട് പൊട്ടി മിക്സ് നിറച്ച് വിത്തുകൾ, ലീഫി വെജിറ്റബിൾസിൻ്റെ വിത്തുകൾ വാങ്ങി പാകി. പഠനത്തിലൂടെ കണ്ടെത്തിയ നിരവധി ജൈവ മാതൃകകളാണ് അനിത വിളകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ബാഗ് നിറയ്ക്കുന്ന സമയത്ത് ഖരരൂപത്തിലുള്ള വളങ്ങൾ, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ
കമ്പോസ്റ്റ് രീതിയിലുള്ള വളങ്ങളോ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ കോഴിവള കമ്പോസ്റ്റോ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പിന്നീട് അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഞാൻ കൊടുക്കുന്നത് സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത്. അതായത് കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി ആക്കി കൊടുക്കും, പിന്നെ അത് നേർപ്പിച്ച് കൊടുക്കും. പിന്നെ അത് പച്ച കോഴിക്കാഷ്ടം പുളിപ്പിച്ച് അത് നേർപ്പിച്ച് ചെടികൾക്ക് കൊടുക്കും. പിന്നെ ഇലകളിൽ കൂടി ഫോളിയാർ രീതിയിലുള്ള വളങ്ങൾ, മോര് ശർക്കര മിശ്രിതം, പഴത്തൊലി ശർക്കര മിശ്രിതം, ഫിഷ് അമിനോ, എഗ് അമിനോ, അങ്ങനെ വിവിധ തരത്തിലുള്ള വളങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇവരുടെ ഫോളിയറായിട്ട് ഇവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇവർക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കാറുണ്ട്. പ്ലാസ്റ്റിക് ഡ്രമ്മുകളിലായി മുരിങ്ങ, മാവ്, അമ്പഴം, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ യെല്ലോ, റെഡ് ഇനങ്ങൾ, ഒടിച്ചുകുത്തി നാരകം, കറിനാരകം തുടങ്ങി പലതരം നാരകങ്ങൾ, വിവിധ ഓറഞ്ച് ഇനങ്ങൾ എന്നിവയുമുണ്ട്. കീടനിയന്ത്രണത്തിനും അനിതയ്ക്ക് പരീക്ഷിച്ചറിഞ്ഞ മാർഗങ്ങളുണ്ട്. കീടനിയന്ത്രണവും ജൈവ രീതിയിൽ തന്നെ. അതിന് ഞാൻ ബിവേറിയ ആണ്, പിന്നെ നേരത്തെയൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിവേറിയ പൊടി രൂപത്തിൽ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ ബിവേറിയയുടെ മദർ കൾച്ചർ നമുക്ക് വാങ്ങി അത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ശർക്കരയും ഉരുളക്കിഴങ്ങും കൂടെ പുഴുങ്ങി ചേർത്ത് അത് പ്രിപ്പയർ ചെയ്യാവുന്ന അങ്ങനെ കണ്ടതിന് പ്രകാരം അത് വാങ്ങി. അങ്ങനെ അപ്പോൾ അത് വാങ്ങി വീട്ടിൽ തന്നെ ഉണ്ടാക്കി അതാണ് ഞാൻ കൂടുതലായിട്ട് ഒഴിക്കുന്നത്. നാടൻ മഞ്ഞളും പ്രതിഭ വയനാടൻ തുടങ്ങിയ ഇനങ്ങളും ഗ്രോ ബാഗിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഇഞ്ചി, കറിവേപ്പ്, വെള്ളരിക്ക, മത്തൻ, വെണ്ട, വഴുതന, പാവൽ, പലതരം മുളക്, അലോവര തുടങ്ങിയവയുമുണ്ട്. പേൾ മില്ലറ്റ്, ആപ്പിൾ ചെറി തുടങ്ങി സാധാരണ അടുക്കളത്തോട്ടങ്ങളിൽ കാണാനാവാത്ത പലതും ഇവിടെ കാണാം. ഇലക്കറികളിലുമുണ്ട് വ്യത്യസ്ത ഇനങ്ങൾ. കറിയായും സലാഡായും ഉപയോഗിക്കാവുന്ന ബ്രൗൺ ലെറ്റ്യൂസ്, ബോക് ചോയ്, കേൽ തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രം. ലെറ്റ്യൂസുകളും ഇതുമൊക്കെ നമ്മൾ മാളുകളിൽ മാത്രമേ നമുക്ക് കണ്ടു പരിചയമുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതിൻ്റെ വിത്തുകൾ എവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കൂടുതൽ സെർച്ച് ചെയ്തു. അങ്ങനെ അതിൻ്റെ വിത്തുകൾ വാങ്ങി അത് പാകി മുളപ്പിച്ചു. വീട്ടിൽ തന്നെ നമുക്ക് അധികം വില കൊടുക്കാതെ അതിനേക്കാൾ ഉപരി വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അത് നട്ടു വളർത്തി. വിദേശീയ ഇലകളായ ലെറ്റ്യൂസ് ഇതൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും പോയി വാങ്ങുകയാണെങ്കിൽ കിലോ 250, 300 ആ ഒരു റേറ്റിൽ നമുക്ക്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായും ജൈവിക രീതിയിൽ തന്നെ നമുക്കെടുത്ത് ഈവൻ കഴുകുക പോലും ചെയ്യാതെ നമുക്ക് ഭക്ഷിക്കാനായിട്ട് പറ്റും. ഇലച്ചെടികൾ ഹൈഡ്രോപോണിക്സ് രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. സ്ഥലപരിമിതി മൂലം പച്ചക്കറികളിൽ കൂടുതലും ഹൈബ്രിഡ് ഇനങ്ങളാണ്. ഇതിനിടയിൽ കുറച്ച് നാടൻ ഇനങ്ങളുമുണ്ട്. നാടൻ പച്ചക്കറികളുടെ വിത്തുകൾ സ്വയം മുളപ്പിക്കുകയും ഹൈബ്രിഡ് ഇനങ്ങളുടെ തൈകൾ വാങ്ങി നടുകയുമാണ് ചെയ്യാറുള്ളത്. പച്ചക്കറികളുടെ തൈകൾ നാടൻ ഇനങ്ങളാണെങ്കിൽ ഞാൻ തനിയെ നട്ടുപിടിപ്പിക്കും. കൂടുതലും ഞാനിവിടെ ഹൈബ്രിഡ് ഇനങ്ങളാണ് പരീക്ഷിക്കുന്നത്. കാരണം നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി നമുക്ക് പരീക്ഷണത്തിനുള്ള സ്ഥലങ്ങളില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇനം വിത്തുകളും തൈകളും ഞാൻ നോക്കി വാങ്ങിയാണ് ഇവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് നല്ലൊരു രീതിയിലുള്ള വിളവ്, അതായത് എനിക്ക് കഴിക്കാനുള്ളതും ഒരു 3-4 കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതുമായിട്ട് വിളവുകൾ എനിക്ക് കിട്ടാറുണ്ട്. കൃഷി പൂർണ്ണമായും ജൈവ രീതിയിലാണ്. രാസവളങ്ങളോ കീടനാശിനികളോ പരീക്ഷിച്ചു പോലും നോക്കാറില്ല. അതിൻ്റെ സ്വാദ് ഫലവർഗ്ഗങ്ങൾ പറഞ്ഞു തരും. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ യാതൊരു ടേസ്റ്റും ഇല്ലാത്ത സാധനമാണ് കിട്ടുന്നത്. വിഷം അടിച്ച് വരുന്ന സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഇത് വാങ്ങിപ്പോയല്ലോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിനെയും കൂടുതൽ കഴിക്കാനായിട്ടുള്ള താല്പര്യം നമുക്ക്. അതുപോലെ ടേസ്റ്റിയും ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ളതിൽ കഴിഞ്ഞുള്ള പച്ചക്കറികൾ അനിത വിൽക്കുന്നുണ്ട്. ഇത് വാങ്ങാനായി
സ്ഥിരം കസ്റ്റമേഴ്സുമുണ്ട്. തൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും സ്റ്റാറ്റസിലൂടെയും ഒക്കെയാണ് പച്ചക്കറികളുടെ മാർക്കറ്റിംഗ്. കസ്റ്റമേഴ്സ് പൂർണ്ണമായും ഓർഗാനിക് ആവശ്യപ്പെട്ട് വരുന്നവരുണ്ട്. എനിക്ക് അതിനുള്ള വിലയും കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കുന്നത്. ജൈവപരമായിട്ട് ചെയ്യുമ്പോഴത്തേനും നല്ല ചിലവുമാണ്, നല്ല മെനക്കേടുമാണ്. വലിയൊരു വരുമാനമായിട്ടൊന്നും ഇതിനകത്ത് നിന്ന് കിട്ടാനില്ല. സാറ്റിസ്ഫാക്ഷൻ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളും അനിത അവലംബിച്ചിട്ടുണ്ട്. കായ്ച്ചക്കണി, യെല്ലോ ട്രാപ്പ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിലാണ് കീടനിയന്ത്രണം. ചെടികളുടെ ചുവട്ടിൽ കാണുന്ന പുഴുക്കൾ രാസ കീടനാശിനികളോ വളങ്ങളോ പ്രയോഗിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ചെറുതേനീച്ച, വൻതേനീച്ച കോളനികൾ മുറ്റത്തും മട്ടുപ്പാവിലും പലയിടത്തായി കാണാനാകും. ഈ തേനീച്ച കോളനികൾ ചെടികളിലെ പരാഗണം എളുപ്പമാക്കുന്നു. വളങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയാണ് അനിത. മുറ്റത്ത് വീഴുന്ന കരിയില പോലും പാഴാകുന്നില്ല. ഇരുമ്പ് വല കൊണ്ടുണ്ടാക്കിയ വളയത്തിൽ ചപ്പും ചവറും കോഴിക്കാഷ്ടവും ചാണകവും നിറച്ചു വെക്കുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ ഇലകൾ തനിയെ പൊടിഞ്ഞ് വളമായി മാറുന്നു. വളത്തിനായി ചാണകം മാത്രമാണ് പുറത്തുനിന്ന് വില കൊടുത്തു വാങ്ങുന്നത്. മുറ്റത്ത് 1200 ക്യൂബിക് അടി വിസ്താരമുള്ള ഒരു ഫിഷ് ടാങ്കും ഒരുക്കിയിട്ടുണ്ട്. സിലോപ്പിയ മത്സ്യങ്ങളെയാണ് കൃഷി ചെയ്യുന്നത്. ഇത് ഈ കുളം 1600 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ളൊരു കുളമാണ്. അപ്പോൾ ഇതിനകത്ത് കല്ലുകൾ അടുക്കിയാണ് നമ്മൾ കുളം നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോൺ ലൈനർ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 45 ഗിഫ്റ്റ് തിലാപ്പിയ കുഞ്ഞുങ്ങളെയാണ് ഇതിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു അക്വാപോണിക് രീതിയിലുള്ള ഒരു കുളമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീനുകളുടെ വിസർജ്യം അടങ്ങിയ വെള്ളം ഗ്രോ ബെഡിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നു. ഗ്രോ ബെഡിലെ ചെടികൾ ആ വളം അത് വളമായിട്ട് സ്വീകരിച്ചതിന് ശേഷം ബാക്കി വെള്ളം ഫിൽട്ടർ ചെയ്ത് വീണ്ടും കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അക്വാപോണിക്സ് രീതി അവലംബിച്ച് മീൻകുളത്തിൽ നിന്നുള്ള വെള്ളം കൃഷിക്കായി ഉപയോഗിക്കുന്നു. ഇതിലൂടെ ജലം പാഴാകാതെ സംരക്ഷിക്കുന്നു. കൃഷി മാത്രമല്ല, തൻ്റെ കൃഷിയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വിവിധതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അനിത തയ്യാറാക്കുന്നുണ്ട്. അതായത് എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള സാധനങ്ങൾ വെച്ച് തന്നെ കറ്റാർവാഴ, ശംഖുപുഷ്പം, അതുപോലെ നീമ, തുളസി, അതുകൊണ്ടൊക്കെ കസ്തൂരി മഞ്ഞൾ, അതുകൊണ്ടൊക്കെ വിവിധ ഇനം സോപ്പുകൾ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ കസ്തൂരി മഞ്ഞൾ വെച്ച് ഫേസ് പാക്ക്, കസ്തൂരി മഞ്ഞൾ സോപ്പ്, അത് പൊടിയാക്കി വിപണനം ചെയ്യാറുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സോപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. കറ്റാർവാഴ, ശംഖുപുഷ്പം, അലോവര, കസ്തൂരി മഞ്ഞൾ, തേൻ എന്നിവ ഉപയോഗിച്ച് വിവിധതരം സോപ്പുകൾ, ലിപ്സ്റ്റിക്, മോസ്കിറ്റോ റെപ്പലന്റ്, തേൻ കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ നീളുന്നു ഈ പട്ടിക. ഇവ വാങ്ങുവാനും സ്ഥിരമായി അനിതയ്ക്ക് ഒരു കസ്റ്റമേഴ്സ് ഗ്രൂപ്പുണ്ട്. ചങ്ങനാശ്ശേരി കൃഷിഭവന്റെ ഭാഗത്തു നിന്നുള്ള വലിയ പിന്തുണയാണ് തനിക്ക് അവാർഡ് ലഭിക്കാൻ കാരണമായതെന്ന് അനിത പറയുന്നു. നവീന ജൈവ കൃഷി രീതികൾ സംബന്ധിച്ച് അറിവ് നൽകുന്നതിനും വിത്തുകളും ചെടികളും മറ്റും ലഭ്യമാക്കുന്നതിനും ഉദ്യോഗസ്ഥർ വലിയ പിന്തുണ നൽകി. കുടുംബത്തിന്റെ പിന്തുണയും ഒട്ടും ചെറുതല്ല. ഭർത്താവും പുഷ്പഗിരി IHRD കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം ഡീനുമായ ഡോക്ടർ KT ഷാനവാസാണ് മട്ടുപ്പാവ് കൃഷിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കുന്നത്. ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് ഇതിനൊക്കെ. അദ്ദേഹത്തിന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് സമയം കണ്ടെത്താറുണ്ട്. അധ്യാപന ജീവിതത്തിൽ നിന്ന് ഷാനവാസ് വിരമിക്കുമ്പോൾ കുറച്ചുകൂടി ഭൂമി സ്വന്തമായി വാങ്ങി കൃഷി കൂടുതൽ വിപുലമാക്കണമെന്നാണ് അനിതയുടെ ആഗ്രഹം. മലയാളിയുടെ മനസ്സിൽ നിന്ന് ഓടിയൊളിക്കുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ യഥാർത്ഥ കാരണം സ്ഥലപരിമിതി അല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് അനിതയുടെ മട്ടുപ്പാവ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.